Hey guys, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളൊരു ബീം ബാഗ് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും വലിയ സൈസ് ആയിട്ടുള്ള XXL എന്ന് പറയുന്ന ടോപ്പ് ഏറ്റവും വലിപ്പം കൂടി നമ്മുടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഇതിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കൂടിയ സൈസാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു കുറെ നാളുകളായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരെണ്ണം സംഭവം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് എത്ര വലിയ കോസ്റ്റ് ഒന്നും ഇല്ലട്ടോ. നമ്മൾ വിചാരിക്കും വലിയ എമൗണ്ട് ഒക്കെ വരുന്നു. വലിയ എമൗണ്ട് ഒന്നുമില്ല. ഞാൻ വാങ്ങിയിട്ടുള്ളത് 850 രൂപയുടെ ഒരു ബീം ബാഗാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് 400 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ബട്ട് ഞാൻ വിചാരിച്ചു ക്വാളിറ്റിയിൽ ചിലപ്പോൾ വേരിയേഷൻ, അതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് 400 രൂപ വരുന്ന അത്ര ക്വാളിറ്റി ലോങ് ലാസ്റ്റിംഗ് എല്ലാം തോന്നി. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് അതിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി മാക്സിമം പോയി 1000 രൂപയും 1200 രൂപയ്ക്കാണ് വരുന്നത്. ഇതിന്റെ റിവ്യൂ നോക്കിയ സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് റിവ്യൂ ആണ് എല്ലാം നൽകിയത്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യാനുള്ള ഫില്ലറും കൂടി വാങ്ങണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ വാങ്ങിയതുണ്ടോ. ഈ ബാഗിനേക്കാളും വില നമ്മൾക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ഫില്ലറാണ്. ഇതിന്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത്രയുണ്ട് വലിപ്പട്ടോ. XXL ഇത്ര വലിപ്പമുണ്ട്. ഇത് വലിപ്പം ചെറുതാവുന്നതിനനുസരിച്ചിട്ട് കാശിന് വേരിയേഷൻ വരും. ഞാൻ ഇത് വാങ്ങിയതിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ബോളുകളാണ് കേട്ടോ. ഫുള്ള് ഇത് നിറച്ച് സംഭവമാണ്. ഫാനിട്ടൊന്നും കോരി നിറയ്ക്കാൻ പറ്റില്ല, ഫുള്ള് ഇത് പോവും. അപ്പോ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അറൗണ്ട് എത്രയാ, ഒരു 700-800 റേഞ്ചിലാണ്. അത് പല കമ്പനികളുടെ ഉണ്ട്. ഞാൻ DewDROPs അങ്ങനെ പറഞ്ഞുള്ള കമ്പനിയാണ് ഞാൻ മാറ്റുള്ളത്. ഞാൻ എല്ലാവരും ലിങ്ക് കൊടുക്കാം. ഇത് മറ്റേ ഇതൊന്നല്ല, പ്രൊമോഷൻ ആയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ വാങ്ങിച്ചതിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാനിത് ഫില്ല് ചെയ്യണത് കൂടി ഞാൻ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ എക്സ്പീരിയൻസ് കൂടി ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിന്റെ ഉള്ളില് നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും. ഞാൻ അത് ഇതുവരെയായിട്ട് നോക്കിയിട്ട് പോയില്ല കേട്ടോ. ഇങ്ങനെന്നുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്തായിരുന്നു കേട്ടോ. ഞാൻ തലഭാഗത്താന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയ ഹോളാണ്. ഇതിൽ കൂടെ കുറെ അധികം കയറ്റാനുണ്ട്. ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. ഇതിന്റെ വലിപ്പം കണ്ട ഇത്ര വലിപ്പമുണ്ട്. ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പൊ അതിനുള്ള ഇതുണ്ട്. ഇത് ഒരു എന്താ പറയാ, 100 കിലോന്റെ ചാക്കിൻ്റെ ഉള്ളിൽ നിറച്ചുള്ള. ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല. ഒരു 2 കിലോന്റെ അടുത്താണ് വെയിറ്റ് ഉള്ളത്. ബട്ട് ഫില്ല് ചെയ്യാൻ കുറെ ഉണ്ട്. അതിനുള്ള സാധനങ്ങളും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. പുറത്തേക്ക് അധികം പോകാനും പാടില്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സുഖം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഞങ്ങൾ നിറയ്ക്കാൻ പോവാണ്. ഇത് തുറന്ന് പിടിക്കുക. ഇത് രണ്ടും കൂടി തുറന്ന് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുക. പത്ത് 15 പാത്രം കോരി നിറച്ചിട്ടും നിറയണ ലക്ഷണമൊന്നും കാണാനില്ല. കൂടുതൽ പുറത്തേക്ക് പോകുന്നതിന് കാണണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇത് ഉള്ളിലേക്ക് വായ കടത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് അത് നിറയ്ക്കാൻ തന്നെ നമുക്കൊരു 10 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തു. അത്ര എളുപ്പമല്ലായിരുന്നു നിറയ്ക്കാനായിട്ട്. എന്നാലും നമ്മൾ അറ്റ് ലാസ്റ്റ് കുറേയൊക്കെ പുറത്തേക്ക് പോയിട്ടാണ്. പുറത്തേക്ക് കുറേ പോയിട്ടുണ്ട്. അതൊക്കെ ഇനി നമ്മൾ പറക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്തോരം പോയിട്ടുള്ളതെന്ന്. ഇനി ഓരോന്നോരോന്ന് ഞങ്ങൾ അടിച്ചു വാരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോരി നിറയ്ക്കുക ചെയ്തത്. എന്നാലും ഈ ഞാൻ തിരിച്ച ചാക്ക് മറച്ച് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ കുറവ് മാത്രമേ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് കേട്ടോ. ഫൈനൽ റിസൾട്ട് നമ്മൾ ആ സെറ്റപ്പായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ കുറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫുള്ള് നിറച്ചു. നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോ അരമണിക്കൂർ എടുത്തുവിട്ടത് നിറയ്ക്കാനായിട്ട്. അത്ര കാണുന്നത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട്. ഒഴുകി നടക്കുന്ന സംഭവമാണ്. പിന്നെ ഒരു ക്ലോസ്ഡ് റൂമിലായതുകൊണ്ട് ഇത്രയും കൂടിയും ബെറ്റർ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോ ഞാനിത് അടയ്ക്കാനായിട്ട് പോവാണ്. ഇവിടെ ഒരു സിബ് ഉണ്ട്. സിബ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സിബ് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഇത് ഒട്ടിച്ചു നോക്കാം. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റും. ഫുള്ളായിട്ട് അടയ്ക്കണം. ഞാൻ വിചാരിച്ചു വെറുതെ സ്റ്റിക്കർ മാത്രമാണെങ്കിൽ ഇത് പണി പാളിക്കും. നമുക്ക് എന്തോരം ദൂരം അത് അത്രത്തോളം ഇത് അടയ്ക്കുക. ഇപ്പൊ നമ്മുടെ ഫുള്ള് ലോക്കായിട്ടുണ്ട്. ലോക്കായതിനു ശേഷം ഇനി ലോക്കിന്റെ മേലെ കൂടെ സെക്യൂരിറ്റിക്ക് വേണ്ടി 2 ടൈപ്പായിട്ട് ഒട്ടിക്കുന്ന സംഭവം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സംഭവം റെഡിയായി. ഇനി നമ്മൾ തലഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ വെക്കുക.
മമ്മി ഒന്ന് ഇരുന്നോക്ക് സംഭവം സെറ്റാ. നമ്മുടെ ബാഗ് സെറ്റായി മമ്മീനെ കൊണ്ട് ഇരുത്തിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ചു മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ. മമ്മിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻ ബാഗ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വാങ്ങിച്ച ഫില്ലർ കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കൂളായിട്ട് കിടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്ര നാൾ ഉപയോഗിച്ച് വല്ല ഡാമേജോ കാര്യങ്ങളുണ്ടെന്നുള്ള ഫ്യൂച്ചറിൽ ഏതെങ്കിലും വീഡിയോയിൽ ഞാനൊന്ന് ഉൾപ്പെടുത്താം കേട്ടോ. സാധനം കുഴപ്പമില്ല. നമുക്ക് ടോട്ടൽ വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1600-700 ഇടയ്ക്കാണ് വന്നത്. ഇതിന്റെ ഫില്ലറും ഇതടക്കം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം, വലിയ എക്സ്പെൻസീവ് ഒന്നും ഇല്ല. നമുക്ക് സ്മൂത്ത് ആയിട്ട് കിടക്കാനും കാര്യങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.